അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിലെ ആ പള്ളിയിൽ നിന്ന് ഒരു വക്ത് നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ നൂറുകണക്കിന് ആളുകൾ രണ്ട് മക്ബറകൾക്ക് ചുറ്റും നിന്ന് ദുആ ചെയ്യുന്നത് കാണാൻ കഴിയും. ആ മക്ബറക്ക് ചാരി നിൽക്കണ ആ വിജ്ഞാന ഗോപുരത്തിന്റെ നിലനിൽപ്പിന് കാവലായ രണ്ട് മഹത്തുക്കളുടെ ഖബറുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും അതുപോലെ ബാപ്പുട്ടി ഹാജിയുടെയും കഴിഞ്ഞ ജമാഅത്തുൽ അവ്വൽ 9-ന് ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ ആണ്ട് ദിനമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ടോക്ക് ഷെയ്ഖുനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. എല്ലാവർക്കും തഫക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് പോലെ വദിക്റു സ്വാലിഹീന കഫാറ, പണ്ഡിതന്മാരെ കുറിച്ച് ഓർത്ത് അവരുടെ ചരിതം പറയലൊക്കെ നമ്മുടെയൊക്കെ ഒരു ധർമ്മമാണ്. അതുപോലെ തന്നെയാണ് ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിത നേതൃരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. സുഖ സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും എമ്പാടും ഉണ്ടായിട്ടും ആ ആഡംബരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഒരു വിനയം കൊണ്ട് വൈജ്ഞാനിക രംഗത്ത് ജലിച്ചു നിന്നൊരു പണ്ഡിതനാണ് ഷെയ്ഖുന എന്നുള്ളത്. 1937-നും 2016-നും ഇടയിലുള്ള ഒരു 7 പതിറ്റാണ്ട് കാലം അധ്യാപനം, കർമ്മശാസ്ത്രം, നേതൃത്വം, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി. നമുക്ക് നമ്മുടെ കൂടെയുള്ള നാദിലിനോട് ചോദിക്കാം. കാരണം നമ്മളൊന്നും ഷെയ്ഖുനയെ നേരിട്ട് കണ്ടിട്ടില്ല, ഷെയ്ഖുനന്റെ ജീവിതങ്ങൾ വായിച്ചു പഠിച്ചവരാണ്. അപ്പോൾ ഷെയ്ഖുനന്റെ ജീവിതത്തിൽ കൗതുകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താണ്? അതെ, നമ്മള് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോഴേ 2015 വഫാത്താവുന്ന ഉസ്താദ് കേട്ടറിഞ്ഞ, വായിച്ചറിഞ്ഞ അല്പം ചില ആ ഒരു അറിവുകൾ മാത്രമാണ് ചെറുശ്ശേരി ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് ചില പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ, ഫിഖ്ഹീപരമായിട്ടുള്ള മസല പരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളിലേക്ക് വായിച്ചറിഞ്ഞിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് ഒരിക്കൽ ചെറുശ്ശേരി ഉസ്താദ് കോടതിയിൽ ഹാജരാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഉസ്താദിന്റെ ഒരു സ്റ്റൈലാണ്, നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരി എന്നുള്ള മോഡലില് പെട്ടെന്ന് മറുപടി പറയാന്നുള്ളത്. അങ്ങനെ ആ വക്കീല് ചെറുശ്ശേരി ഉസ്താദിന്റെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങള് പണ്ഡിതനാണെന്നുള്ളതിന്റെ തെളിവെന്താന്ന്. ആ ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ചെറുശ്ശേരി ഉസ്താദ് മറുപടി പറഞ്ഞു, ഞാൻ ദാറുൽഹുദയുടെ പ്രിൻസിപ്പൾ ആണെന്ന്. അപ്പോൾ വക്കീല് ചോദിക്കുന്നുണ്ട്, ദാറുൽഹുദയുടെ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് പണ്ഡിതനാവണമെന്നുണ്ടോ? അപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത്, പിന്നെ വെറുതെ ആരെയും പ്രിൻസിപ്പൾ ആക്കില്ലല്ലോ എന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു മറുപടിയിലൂടെ ആ വക്കീലിനെ അവിടെ അടിച്ചിടുക എന്നുള്ള ആ ഒരു രീതിയാണ് അവിടെ നമ്മൾ കാണാൻ സാധിച്ചത്. പിന്നെയാണ് നമ്മുടെ രംഗം വരുന്നത്. അതായത് വക്കീല് വീണ്ടും ചോദിച്ചു, പണ്ഡിതനാണല്ലോ, അപ്പോ അറബി ഭാഷയിലൊക്കെ നല്ല നൈപുണ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെണ്ടക്ക എന്നുള്ള ഒരു പച്ചക്കറിയുടെ അറബി ഭാഷയിൽ എന്താണ് നമുക്ക് വെണ്ടക്ക പറയാന്നുള്ളത് വക്കീൽ ചോദിച്ചത്. അതിനുള്ള മറുപടി പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങളൊരു വക്കീലാണല്ലോ, സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷാ നൈപുണ്യമുള്ള ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ചക്കക്കുരുവിന്റെ മുകളിലുള്ള ആ ഒരു തൊലിക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയാന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് ആ ഒരു വക്കീലിനെ അവിടെ നിശബ്ദനാക്കുകയുണ്ടായത്. ഇതുപോലെ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ചെറുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ എഴുതിയത് നമുക്ക് വായിക്കാൻ കഴിയും. ചെറുശ്ശേരി ഉസ്താദ് ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ രസകരമായിരുന്നു. ബാക്കിയുള്ള ഷെയ്ഖന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്ന രീതിയാണ് ഷെയ്ഖുനക്ക് ഉള്ളത്. ആർക്കും എന്ത് സംശയവും ചോദിക്കാം. എല്ലാ സംശയങ്ങളും ഷെയ്ഖുന നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന, എന്നാൽ ആ സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ മലയാള ഭാഷയിലൊക്കെ ഷെയ്ഖുന മറുപടി പറയുന്നതൊക്കെ രസകരമായിട്ട് ഷെയ്ഖുനന്റെ ശിഷ്യന്മാര് ഒരുപാട് രചനകളിൽ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ ഷെയ്ഖുനക്ക് ഒരു ഫത്വ വന്നാല് ആ ഫത്വ നോക്കാൻ വേണ്ടിയിട്ട്, ആ മസല നോക്കാൻ വേണ്ടിയിട്ട് തന്റെ ശിഷ്യന്മാരെ ഇബാറത്തുകൾ നോക്കാൻ വേണ്ടിയിട്ട്, അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശിഷ്യന്മാർക്കും പ്രോത്സാഹനമാകുന്ന രീതിയിൽ ഷെയ്ഖുന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഫത്വന്റെ വിഷയം പറയുമ്പോൾ തന്നെ ഷെയ്ഖുനന്റെ ഫത്വന്റെ വിഷയങ്ങളിൽ കൂടുതൽ എനിക്കൊക്കെ ആകർഷണീയമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു തൊലാഖിന്റെ വിഷയമാണ്. അത് കേരളത്തിൽ ഒരുപാട് വിവാദമായിട്ട് നിന്നൊരു തൊലാഖാണ്. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാല്, ഒരു ഭാര്യയോട് ഭർത്താവ് പറയാണ്, ഇനി നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, നിന്റെ വാപ്പയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ വാപ്പയുടെ വീട്ടിലേക്ക് പോയാൽ അന്നെ 3 തൊലാഖ് ചൊല്ലി. അങ്ങനെയാണ് ഭർത്താവ് പറയുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട്
കുറച്ച് ദിവസത്തിന് ശേഷം ആ വാപ്പ മരിക്കുകയാണ്. അപ്പോ ഈ ഭാര്യക്ക് എന്തായാലും വാപ്പാന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ആ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, തലാക്ക് മുറിയും. എന്തായാലും ആ ഭാര്യ ആ വീട്ടിലേക്ക് പോയി, തന്റെ വാപ്പയുടെ വീട്ടിലേക്ക് പോയി. വാപ്പന്റെ ജനാസ കണ്ടു, ജനാസക്ക് പങ്കെടുത്തു. ശേഷം ഈ വിഷയം വിവാദമാവാണ്. കാരണം ഇവിടെ തൊലാക്ക് സംഭവിച്ചോ, ആ വാപ്പയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അത്യാവശ്യമായിട്ട് പോയതാണ്, പക്ഷെ തൊലാക്ക് സംഭവിക്കും കാരണം സ്വരീഹായിട്ട് തന്റെ ഭർത്താവ് പറഞ്ഞു. അങ്ങനെ വിഷയം ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് എത്തി. ചെറുശ്ശേരി ഉസ്താദ് ഒറ്റ മറുപടി നേരെ പറഞ്ഞത് അത് തൊലാക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ശരിയായി പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് അവിടെ തൊലാക്ക് സംഭവിക്കാത്തതെന്ന്. പക്ഷെ ഷെയ്ഖിന് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ഒരാൾക്കൊക്കെ പറയാൻ പറ്റിയ, ഒരു പണ്ഡിതന് പറയാൻ പറ്റിയ മറുപടിയാണ്. കാരണം ഷെയ്ഖിനോടെന്ന് പറഞ്ഞത് അവിടെ വാപ്പ മരിച്ചതുകൊണ്ട് തന്നെ വാപ്പാന്റെ അനന്തരവരുടെ കബറാണ്, വാപ്പാന്റെ അനന്തരവരുടെ വീടാണത്. അത് വാപ്പയുടെ വീടല്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോയതുകൊണ്ട് ആ ഭാര്യയുടെ തൊലാക്ക് ശരിയാവില്ല, അവിടെയുള്ള ആ ഷർത്ത് അവിടെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് രീതികൾ, ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് എന്നാൽ ചിന്തിപ്പിക്കുന്ന രീതികളിലൊക്കെയാണ് ഷെയ്ഖുനന്റെ ഫത്വകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയ്ഖുനന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കൂടി ഒരു ടോക്കിലോ അല്ലെങ്കിൽ ഒരു രചനയിലോ ഉൾപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തീർക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.